നമസ്കാരം, ഞാൻ രാജീവ് ഗോപാലകൃഷ്ണൻ. ഈ അടുത്തിടയ്ക്ക് ഇന്ത്യയും UK തമ്മിലൊരു എഗ്രിമെൻ്റ് വെച്ചു. CETA എന്ന് പറയുന്ന എഗ്രിമെൻറ്റ്, കോംപ്രിഹെൻസീവ് എക്കണോമിക് ആൻഡ് ട്രേഡ് എഗ്രിമെൻറ്റ്. ഈ എഗ്രിമെൻ്റ് പ്രകാരം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് UK-യിൽ ടാരിഫ് ഇളവുകൾ കൊടുക്കുന്നുണ്ട്. എന്താണ് ഈ ടാരിഫ് ഇളവുകൾ? ഈ ടാരിഫ് ഇളവുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഉൽപ്പന്നം UK-യിൽ എത്തുമ്പോൾ അവിടുത്തെ കസ്റ്റംസ് ഇന്ത്യൻ ഉൽപ്പന്നത്തിൻ്റെ മേൽ ചുമത്തുന്ന ഒരു ഡ്യൂട്ടിയെയാണ് ടാരിഫ് എന്ന് വിളിക്കുന്നത്. ഇത് ഇളവ് ചെയ്തു കഴിഞ്ഞാൽ ആ ഉൽപ്പന്നത്തിൽ മേൽ ചുമത്തുന്ന നികുതി കുറയുമ്പോൾ അവിടുത്തെ കസ്റ്റമറിന് ഇത് വില കുറഞ്ഞ് കിട്ടാൻ തുടങ്ങും. അപ്പോൾ ഇന്ത്യൻ ഉൽപ്പന്നം അവിടുത്തെ കസ്റ്റമറിന് വില കുറഞ്ഞ് കിട്ടാൻ തുടങ്ങിയാൽ എന്താ സംഭവിക്കുക? മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങൾ, അതായത് ചൈനയിൽ നിന്നോ വിയറ്റ്നാമിൽ നിന്നോ വരുന്ന ഉൽപ്പന്നത്തേക്കാൾ ഇന്ത്യൻ ഉൽപ്പന്നം അവിടെ വില കുറഞ്ഞ് ലഭിക്കുമ്പോൾ സ്വാഭാവികമായും ഈ ഉൽപ്പന്നത്തിന് ഡിമാൻഡ് കൂടും. അപ്പം നമുക്ക് നോക്കേണ്ടുന്ന ഒരു കാര്യം, ഏതൊക്കെ മേഖലകളിൽ ഏതൊക്കെ സെക്ടറുകളിലാണ് ഇതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകുക എന്നാണ്. ഇത് പ്രധാനമായിട്ട് നമുക്ക് ഗുണം ചെയ്യുന്ന ചില മേഖലകൾ, ഒന്ന് ടെക്സ്റ്റൈൽ, മറ്റൊന്ന് ലെതർ, പിന്നെ ഉള്ളത് നമുക്ക് ജെം ആൻഡ് ജുവലറി, ഫാർമസ്യൂട്ടിക്കൽ, അങ്ങനെ എണ്ണം പറഞ്ഞാൽ തീരാത്ത പ്രോഡക്റ്റുകൾക്ക് നികുതി ഇളവുകൾ ആ രാജ്യത്തിപ്പോൾ കൊടുത്തു തുടങ്ങി. അപ്പം ഇത് ഭാവിയിലേക്ക് നമുക്ക് അങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന എക്സ്പോർട്ടേഴ്സ്, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്യണമെന്ന് ആലോചിക്കുന്ന എക്സ്പോർട്ടേഴ്സിന് ഗുണകരമാവുന്ന ഒരു തീരുമാനമാണ്. ഇനി പകരമായിട്ട് ഇന്ത്യ അങ്ങോട്ട് എന്താണ് കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, UK-യിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന വിസ്കി, ജിൻ ഇങ്ങനെയുള്ള ഐറ്റങ്ങൾക്ക് ഇന്ത്യയിൽ നികുതി ഇളവുകൾ കൊടുക്കുകയാണ്. ഈ രണ്ട് ഇളവുകളും ഘട്ടം ഘട്ടമായി അടുത്ത കുറേ വർഷങ്ങളിലേക്കുള്ള ഒരു പ്ലാനിലാണ് പോകുന്നത്. ഇത് കൂടാതെ ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് UK-യിൽ പോകാനും മറ്റുമുള്ള ഇളവുകളും ഈ കരാറിന്മേൽ ലഭ്യമായി മാറിയിട്ടുണ്ട്. അപ്പം ഇതിവിടെ പറയാൻ കാരണം, എക്സ്പോർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സ് ഇനി തീർച്ചയായും കൺസിഡർ ചെയ്യേണ്ട ഒരു മാർക്കറ്റായി UK മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ഈ അവസരം നമ്മളിനി ഉപയോഗിക്കണം എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എക്സ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നല്ല ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.